3 ജനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ 23,616 മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഞാൻ ഇനി താഴെയിട്ട് ട്രേഡ് നോക്കുക. അതുപോലെ 23,263 ഒക്കെ ഇതൊരു ഡെയിലി ക്യാൻഡലിൻ്റെ ഒക്കെ ഒരു സിംഗ് ലോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 23,263 ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കുക എന്നുള്ള രീതിയിൽ. ഇതെന്താ വെച്ചാൽ ഡൗൺ സൈഡിൽ ഇനി ലിക്വിഡിറ്റി എടുക്കാനുള്ള മാർക്കറ്റ് എടുത്ത് അവസാനം വരെ എടുക്കാനായി. ബാങ്ക് നിഫ്റ്റിയിൽ ഫുള്ള് എടുത്ത് ഡെയിലി ടൈം ഫ്രെയിം ഐഡിയസ് എടുത്ത് വീണ്ടും 2 ദിവസമായി ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡൗൺ സൈഡിൽ അങ്ങനെ ലിക്വിഡിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഏത് സമയം ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് മൂവും എപ്പോഴും മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുക. പലപ്പോഴും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ, മാർക്കറ്റ് താഴേക്ക് വന്ന് ഇനി ആളുകളൊക്കെ മാക്സിമം സ്റ്റോക്കൊക്കെ ഒഴിവാക്കുമ്പോഴായിരിക്കും ചിലപ്പം കയറുക. അങ്ങനെ ഒരു മൂവ്മെൻറ്റം തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും അപ്സൈഡിലേക്ക് കൊടുത്താൽ, അതുപോലെ ബാങ്ക് നിഫ്റ്റിയൊക്കെ വലിയൊരു സിംഗിളോ അല്ലെങ്കിൽ ഡെയിലി ലിക്വിഡിറ്റി ഏരിയ ഒക്കെ മാർക്കറ്റ് എടുത്തെടുത്ത് താഴേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് ഇനി എനിക്കൊരു ഏരിയ മാർക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഒരുപാട് താഴെ വേണമെങ്കിൽ ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്നല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ നമുക്ക് മാർക്കിങ്ങിന് കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ 5 മിനിറ്റ്സിനും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഹയർ ടൈം ഫ്രെയിമിൽ കുറച്ചും കൂടി ഒരുപാട് താഴെയാണുള്ളത്. 46,000 റേഞ്ചിലൊക്കെയാണ്, 47,000 റേഞ്ചിലാണ്. ഒരുപാട് താഴെയുണ്ട് മാർക്ക് ചെയ്തിട്ടില്ല ഞാൻ. നമുക്ക് നാളത്തെ ദിവസം ഏതെങ്കിലും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ട്രേഡ് പരിഗണിക്കാം. ഇപ്പോൾ കറൻ്റ്ലി എനിക്കുള്ളത് 49,359 മുകളിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നോക്കുക. അതാണ് ഇപ്പം കറൻ്റ്ലി എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഏരിയാസ് തന്നെയാണ്. 23,616 മുകളിലേക്ക് വരികയാണെങ്കിൽ താഴേക്ക്, 23,263 താഴേക്കാണെങ്കിൽ മുകളിലേക്ക്. ഈ 2 ട്രേഡായിരിക്കും നിഫ്റ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യാം. ഇനി ഇത് രണ്ടിൻ്റെ ഇടയിലാണ് മാർക്കറ്റെങ്കിൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ, അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയയിലാണ്, അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. താങ്ക് യു.